പാതിവില തട്ടിപ്പിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ പോലീസ് 34 കേസുകൾ ക്രൈംബ്രാഞ്ചിന് കൈമാറി. വിവരങ്ങളുമായി വിജിത ചേർന്നുണ്ട്. വിജിത, പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് പ്രതിയെ തെളിവെടുപ്പിനൊക്കെയായി കൊണ്ടുവന്നത്. ആദ്യഘട്ടത്തിൽ ഇപ്പോൾ 34 കേസുകൾ ക്രൈംബ്രാഞ്ചിന് കൈമാറി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൂടുതൽ കേസുകൾ ഇനിയും കൈമാറാനുണ്ടോ? അതേസമയം തന്നെ കൂടുതൽ ആൾക്കാരുടെ പങ്ക് തെളിയാൻ സാഹചര്യമുണ്ടോ? ഹരിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ഇതുവരെ 585 എഫ്ഐആറുകളാണ് സംസ്ഥാനത്തൊട്ടാകെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൽ 35 കോടിയുടെ പരാതികളാണ് ലഭിച്ചിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ 34 കേസുകളാണ് പോലീസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുള്ളത്. ലോക്കൽ പോലീസ് കൈമാറിയിട്ടുള്ള ഈ 34 കേസുകളും ഇന്നലെ രാത്രി തന്നെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് നിന്ന് തന്നെ ക്രൈംബ്രാഞ്ച് എഫ്ഐആറുകളായിട്ട് റീ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതു സംബന്ധിച്ച രേഖകളും സാക്ഷികളും മൊഴികളും ഒക്കെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും ഇനി ക്രൈംബ്രാഞ്ച് കേസുകൾ ഇതിൽ കൂടുതൽ തെളിവെടുപ്പുകളും എല്ലാം തന്നെ നടത്തുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ നടത്താൻ സാധ്യതയുള്ളത് അങ്ങനെ തന്നെയാണ്. ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പ്രതിയെ കസ്റ്റഡിയിലെടുക്കാൻ കഴിയുക 30 ദിവസമാണ്. ലോക്കൽ പോലീസ് 5 ദിവസത്തേക്ക് അനന്തകൃഷ്ണനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി 25 ദിവസമാണ് ബ്രാഞ്ചിന് അനന്തകൃഷ്ണനെ കസ്റ്റഡിയിൽ എടുക്കാനായിട്ട് സാധിക്കുക. ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടന്നിരിക്കുന്നത് എറണാകുളം, ഇടുക്കിയൊക്കെ ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിന്റെ ഗുരുതരാവസ്ഥ കണക്കിലെടുത്തിട്ടായിരിക്കും എവിടെയാണ്, അല്ലെങ്കിൽ ഏതു ഭാഗത്താണ്, എറണാകുളത്താണോ, അല്ലെങ്കിൽ കേസ് എങ്ങനെയാണ് എന്നുള്ള കാര്യത്തേക്ക് അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും അനന്തകൃഷ്ണനെ എവിടെയാണ് ഇനി കസ്റ്റഡിയിൽ എടുക്കുക, അല്ലെങ്കിൽ ഏതു ഭാഗത്തെ കേസ് അന്വേഷണത്തിനാണ് കസ്റ്റഡിയിൽ എടുക്കേണ്ടി വരിക എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇനി ക്രൈംബ്രാഞ്ച് തീരുമാനിക്കുന്നുണ്ടാവുക. ഏത് കേസിന് കസ്റ്റഡിയിൽ വാങ്ങണം എന്നുള്ള ഒരു കാര്യം കേസ് കൃത്യമായി പഠിച്ചതിന് ശേഷമാണ് ഇനി ക്രൈംബ്രാഞ്ച് തീരുമാനിക്കുക എന്നുള്ള ഒരു കാര്യമാണ് ക്രൈംബ്രാഞ്ച് SP സോജൻ അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ക്രൈംബ്രാഞ്ച് ഇനി അവരുടെ നടപടികളിലേക്ക് കടക്കുകയാണ്. ലോക്കൽ പോലീസ് ഇപ്പോൾ കേസുകളെല്ലാം തന്നെ ക്രൈംബ്രാഞ്ചിന് കൈമാറി എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ എല്ലാം സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിലുള്ള ഒരു തട്ടിപ്പ് തന്നെയാണ് നടന്നിരിക്കുന്നത്. സംസ്ഥാനത്തൊട്ടാകെ ഒട്ടനവധി പേർക്കാണ് ഇങ്ങനെ അനന്തകൃഷ്ണൻ പാതിവിലയ്ക്ക് സ്കൂട്ടറുകളും അതുപോലെ തന്നെ തയ്യൽ മെഷീനും എല്ലാം തന്നെ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിലായിട്ട് കിടക്കുന്ന സമയത്ത് ക്രൈംബ്രാഞ്ചിന് ഇതൊരു വലിയ വെല്ലുവിളിയും കൂടിയാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു കേസിൽ പ്രധാനമായും ഇത്തരത്തിൽ ഒരു കേസ് വരുന്ന സമയത്ത് ഇതെല്ലാം ഈ ഒരു കേസ് പരിഗണിക്കുന്ന സമയത്ത് തൊണ്ടിമുതലുകളായിട്ടാണ് ഈ കൊടുത്ത സാധനങ്ങളെല്ലാം തന്നെ വരുന്നത്. എന്നാൽ സാധാരണ ഒരു കേസിൽ ഇത്തരത്തിൽ തൊണ്ടിമുതലുകളെല്ലാം കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്ത് അത് ക്രൈംബ്രാഞ്ചിന്റെ അധീനതയിൽ തന്നെ വെക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവാറുള്ളത്. എന്നാൽ ഇത്തരത്തിൽ ഇത് എണ്ണത്തിൽ പെടാത്ത അത്രയും വസ്തുക്കൾ ഉള്ളത് കൊണ്ട് തന്നെ ഇത് ആരാണോ ഉപഭോക്താക്കൾ അവർ തന്നെ ഇതിന്റെ ചുമതല ഏറ്റെടുത്ത് അവർ തന്നെ ക്രൈംബ്രാഞ്ചിന് കയ്യിൽ, അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിന്റെ അണ്ടറിൽ ഇത് എത്തിച്ച് അത് രസീത് അടക്കം കൈപ്പറ്റി തിരിച്ച് ഉപഭോക്താക്കളുടെ കയ്യിൽ തന്നെ ഏൽപ്പിക്കണം എന്നുള്ള ഒരു കാര്യമാണ് ഈ ഒരു കേസിൽ ക്രൈംബ്രാഞ്ച് അറിയിച്ചിട്ടുള്ളത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയധികം വസ്തുക്കൾ ഉള്ളത് കൊണ്ട് തന്നെ അത് ഉപഭോക്താക്കൾ തന്നെ കയ്യിൽ സൂക്ഷിക്കുക എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഉപഭോക്താക്കൾക്കും ഇത് വലിയൊരു വെല്ലുവിളിയാണ്. കാരണം സമാധാനപരമായിട്ട് ഈ ഒരു സാധനങ്ങളൊക്കെ വാങ്ങി പോകാം എന്ന് വിചാരിച്ചിരുന്ന ഉപഭോക്താക്കളടക്കം ഈ ഒരു കേസിൽ വെല്ലുവിളി തന്നെയാണ് നേരിടുന്നത്. എന്തായാലും ക്രൈംബ്രാഞ്ച് തുടർ നടപടികളിലേക്ക് എല്ലാം തന്നെ കടന്നിട്ടുണ്ട്. ഇനി കൂടുതൽ ജില്ലാ തല അടിസ്ഥാനമാക്കിയൊക്കെ, അല്ലെങ്കിൽ ജില്ലാ കേന്ദ്രങ്ങളെ അടിസ്ഥാനമാക്കിയൊക്കെയാണ് ഈ കേസിന്റെ നടപടികൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാടധികം പരാതികൾ ഇനിയും വരാനുള്ള സാധ്യതയും ഇതിൽ കൂടുതലാണ്. നിലവിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 585 എഫ്ഐആറുകളാണ്. എന്നാൽ ഇനിയും ഇതിൽ കൂടുതൽ പരാതികളും എല്ലാം തന്നെ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. ഹരിത, ശരി, വിജിതയാണ് വിശദാംശങ്ങൾ നൽകിയത്.